ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹീതര പ്രിയ സഹോദരീശ്വരന്മാരെ, ഏവരും കർത്താവ് യേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം ചെയ്തു. നിങ്ങളേവരെയും കർത്താവായി ക്രിസ്തു സമ്പൂർണ്ണമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകന്മാരിൽ ശക്തനായ മോശയെ കുറിച്ച് എല്ലാ പ്രവാചകന്മാർക്കും കർത്താവ് ദർശനങ്ങളിലൂടെ സംസാരിച്ചുവെങ്കിലും മോശയോട് മാത്രമാണ് തന്റെ കൂട്ടുകാരോടെന്ന പോലെ ദൈവം നേരിട്ട് സംസാരിച്ചത്. നേരിട്ട് സംസാരിക്കുകയും തന്റെ പേര് നേരിട്ട് വെളിപ്പെടുത്തുകയും ചെയ്ത പ്രവാചകന്മാരിൽ ശക്തനായ പ്രവാചകനായിരുന്നു മോശ. ഹല്ലേലൂയ. മോശ ജനിക്കുമ്പോൾ എല്ലാ ഹെബ്രായ ആൺകുട്ടികളെ കൊല്ലുവാനായി ഫറവോൻ കൽപ്പന പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ. മോശയുടെ അമ്മ 3 മാസത്തോളം അവനെ ഒളിപ്പിച്ച് സൂക്ഷിച്ചു. പിന്നെ അവനെ നൈൽ നദിയിൽ ഒരു കൊട്ടയിൽ കിടത്തി ഒഴുക്കി വിട്ടു. ഹല്ലേലൂയ. ആ നദിയിൽ കുളിക്കാനായി ഇറങ്ങിയ ഫറവോന്റെ സ്വന്തം പുത്രി മോശയെ കാണുകയും അവൻ രാജകൊട്ടാരത്തിൽ വളർത്തുകയും ചെയ്തു. അടിമയായി ജനിച്ചവൻ കൊട്ടാരത്തിൽ വളരുവാനുള്ള അവസരം ഉണ്ടാക്കിയത് കർത്താവാണ്. ഹല്ലേലൂയ. അവന്റെ അമ്മ കൊട്ടയിൽ കിടത്തുമ്പോൾ ഉള്ളുരുകി പ്രാർത്ഥിച്ചു, കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് എന്റെ മകനെ ഞാൻ നൽകുന്നു, അവിടുന്ന് സൂക്ഷിക്കണമേ, സംരക്ഷിക്കണമേ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ കുട്ടികൾ, നമ്മുടെ കുട്ടികൾ എത്ര വഴിതെറ്റിപ്പോയാലും ഉള്ളുരുകി പ്രാർത്ഥിക്കുക, ദൈവം അത് കേൾക്കുക തന്നെ ചെയ്യും. ശത്രുവിൽ നിന്ന് പോലും അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാൻ കർത്താവിന് സാധ്യമാണെന്ന് മോശയുടെ അമ്മയുടെ പ്രാർത്ഥനയും മോശയുടെ ജീവിതവും നമുക്ക് സാക്ഷ്യമായി നിൽക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇതിലൂടെ കർത്താവ് മോശയ്ക്ക് ഹെബ്രായ വേരുകളും ഈജിപ്ഷ്യൻ പരിശീലനവും നൽകി, അവന് ജ്ഞാനം നൽകി, അവന് വിവേകം നൽകി. അങ്ങനെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേലി ജനങ്ങളെ മോചിപ്പിക്കാനുള്ള ധൈര്യവും സാമർഥ്യവും പകരുകയായിരുന്നു. തുടർന്ന് ദൈവമായ കർത്താവ് കത്തുന്ന മുൾപടർപ്പിന്റെ നടുവിൽ നിന്നുകൊണ്ട് മോശയോട് സംസാരിച്ചു. ദൈവം അവന് ശക്തി നൽകി. അവൻ വടി ഉയർത്തി ചെങ്കടലിനെ 2ആയി വിഭജിച്ചു. അതിലൂടെ ഇസ്രായേൽ ജനങ്ങൾ നടന്നുപോയി. അവൻ പാറയിൽ നിന്നും കുടിക്കാനുള്ള ജലം ഇസ്രായേൽ ജനങ്ങൾക്ക് നൽകി. ജനങ്ങളെ ഈജിപ്തിന്റെ അടുപ്പത്തുനിന്ന് വിടുവിച്ച മോശ പുറപ്പാടുന്ന പുസ്തകം 33:13 ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു, കർത്താവേ, നിന്റെ സാന്നിധ്യം ഞങ്ങളൊപ്പം പോകുന്നില്ല എങ്കിൽ ഞങ്ങളെ അങ്ങോട്ട് അയക്കരുതേ. ഹല്ലേലൂയ. മോശയ്ക്ക് അറിയാമായിരുന്നു, കർത്താവിന്റെ സാന്നിധ്യമില്ല എങ്കിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ വ്യർത്ഥമാണ്, തോൽവിയായിരിക്കും, ഭരണതപരമെന്നും മോശയ്ക്ക് അറിയാമായിരുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇതുമായി ചേർത്ത് വായിക്കുമ്പോൾ എന്തുമാത്രം കൃത്യമാണ്. ആകിയാൽ എന്ത് കാര്യം ചെയ്താലും കർത്താവിന്റെ സാന്നിധ്യം, അവന്റെ സമ്മതം നേടുവാൻ നമുക്ക് കഴിയണം. നൈൽ നദിയിൽ മോശയുടെ അമ്മ മോശയെ കൊട്ടയിൽ കിടത്തി ഒഴുക്കി വിടുമ്പോൾ അവൾ ഉള്ളുരുകി പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ തലമുറയെ ഓർത്ത് ഉള്ളുരുകി കർത്താവ്